ഹലോ ഡിയർ ഫ്രണ്ട്സ്, 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഓരോ എപ്പിസോഡുകളിലായി തയ്യാറാക്കിയിരിക്കുന്നത്. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും ഞാൻ എൻ്റെ വീഡിയോകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ജനറൽ നോളജാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. PSCയുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത് നല്ല എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു എക്സാമാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും തയ്യാറാകുക. ഫസ്റ്റ് എപ്പിസോഡ് മുതലേ കണ്ട് നല്ലതുപോലെ മനസ്സിലാക്കി എക്സാമിന് നല്ല മാർക്ക് വാങ്ങി ക്വാളിഫൈ ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മൾക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. ഇന്ത്യയിലെ ഉന്നത സിവിൽ സർവീസുകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത്? ലീ കമ്മീഷനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലീ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1924. 1924 ലീ കമ്മീഷൻ രൂപീകരിച്ചത്. റോയൽ കമ്മീഷൻ രൂപവൽക്കരിച്ച വർഷം 1923. ആരായിരുന്നു ലീ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ലോർഡ് ലീ ഓഫ് ഫെയർഹാം ആയിരുന്നു ലീ കമ്മീഷൻ്റെ ചെയർമാൻ. ആരുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത്? റോസ് ബാർക്കർ. എല്ലാ സിവിൽ സർവീസ് പരീക്ഷകളും ഒരു മത്സര പരീക്ഷ വഴി തിരഞ്ഞെടുക്കണമെന്ന് പ്രതിപാദിക്കുന്നത് ഏത് ചാർട്ടർ പ്രകാരമാണ്? ചാർട്ടർ ആക്ട് 1853. ചാർട്ടർ ആക്ട് 1853 അതിൻ്റെ ശുപാർശകൾ പ്രാബല്യത്തിൽ വരുന്നതിനായി രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് മെക്കാളെ കമ്മിറ്റി. 1861 ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് കാനിങ്. മുഗൾ ഭരണത്തിലെ ഉദ്യോഗസ്ഥർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മൻസബ്ദാർ. മൻസബ്ദാർ സംവിധാനം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ. ഏത് ആക്ട് പ്രകാരമാണ് 1935 ഇന്ത്യൻ ഫെഡറൽ സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളാണ്. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണവും അവരുടെ സേവന വ്യവസ്ഥകളും നിർണ്ണയിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടെന്ന് തെളിയിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 318. യൂണിയൻ്റെ സേവനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്കായി പരീക്ഷകൾ നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ കടമയാണ്. ഇത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 320. ഇന്ത്യയിൽ നിയമാനുസൃത സിവിൽ സർവീസ് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1879. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ സിവിൽ സർവീസ് വിജയിച്ച ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജ്യേഷ്ഠനായിരുന്നു സത്യേന്ദ്രനാഥ ടാഗോർ.